ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുത്ത് കഴുകുക കേട്ടോ. എൻ്റെ കയ്യിൽ ബ്രക്കോളി അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അത് ആദ്യം ഒന്ന് വേവിച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം ബ്രക്കോളി അതിലോട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതാ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ അതിനകത്തോട്ട് ഒരു സ്വല്പം ഉപ്പും കുരുമുളകും കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ അധികം സമയമൊന്നും വേണ്ട. ഇനി നമുക്കിതിൻ്റെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് നീളത്തിൽ വേണേൽ നീളത്തിൽ, ക്യൂബിലാണ് അങ്ങനെയോ കട്ട് ചെയ്യാം. ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടി നീളത്തിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ക്യാരറ്റും ഒരു റെഡ് കളർ ക്യാപ്സിക്കവും യെല്ലോ കളർ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു പകുതി വെള്ളരിക്കയും കൂടെ എടുക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ മേലുള്ള തൊലി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അതങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ കട്ട് ചെയ്യാൻ ഒരുങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു ആ പീൽ ചെയ്തതുപോലെ തന്നെ അങ്ങ് പീൽ ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കനം കുറഞ്ഞും കിട്ടും, കട്ട് ചെയ്യാൻ എളുപ്പവും. അതിനുശേഷം പിന്നെ അങ്ങ് നേരെ അങ്ങ് സ്ലൈസ് ചെയ്ത് കഴിയുമ്പോൾ എളുപ്പത്തിൽ നമുക്കങ്ങ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച ബ്രക്കോളി നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ പീസാക്കി അങ്ങ് എടുത്തിട്ട് ഈ ബൗളിലോട്ട് അങ്ങ് മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ട് അതങ്ങ് ഇതിനകത്തോട്ട് ഇടാം. ഇപ്പോഴേ അങ്ങ് കഴിക്കാൻ തോന്നും, പക്ഷെ കഴിക്കരുത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇതിനകത്തൊരു ഡ്രസ്സിങ് തയ്യാറാക്കാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ കേർഡാട്ടോ എടുക്കുന്നത്. ഒരു 4 to 5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗട്ടും എടുക്കാം. എൻ്റെ കയ്യിൽ യോഗട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കേർഡ് എടുക്കുന്നത്. ഇനി ഈ കേർഡ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാനും ഒരു ഭംഗി കാണത്തില്ല, ഒരു ക്രീമി എഫക്റ്റും കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചങ്ങെടുക്കാം. അതായത് ഇപ്പം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഒറിഗാനോയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഓപ്ഷണലായിട്ട് നമുക്ക് നാരങ്ങാനീരും കൂടെ ഒഴിച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. എൻ്റെ നാരങ്ങാനീരില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സാലഡിലോട്ട് അങ്ങ് ഒഴിക്കാം. ഞാൻ ആദ്യം കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ, കുറച്ച് ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ നമുക്ക് എല്ലാം കൂടെ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് സീഡ്സ് ഉണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് വിതറി കൊടുത്തു. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്, എല്ലാവരും ട്രൈ ചെയ്യണേ.